എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. I'm Vidhu Haridas, certified nutritionist and a physical and mental wellness promoter. ഇന്ന് ഞാനൊരു സൂപ്പർ ഫുഡിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മൾട്ടി വൈറ്റമിൻ ആണത്. നമ്മുടെ തൊടിയിലും നമ്മുടെ പറമ്പിലും ഒക്കെ ഒരു വിലയില്ലാണ്ട് നമ്മൾ മാറ്റിയിട്ടേക്കണം ഒരു സൂപ്പർ ഹീറോയിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോണേ, മുരിങ്ങ. മുരിങ്ങയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയിലും കായയിലും പൂവിലും നിറച്ച് ന്യൂട്രിയൻസ് ആണ്. പക്ഷെ ഇലയാണ് ഏറ്റവും ന്യൂട്രിയൻസ് കൂടുതലുള്ളത് ഇലയിലാണ്. നമ്മൾ എന്നും കാണുന്ന ഈ മുരിങ്ങ നമ്മുടെ പറമ്പിൽ നിൽക്കണം, നമ്മൾ നോക്കാറും കൂടി ഇല്ല അല്ലേ പല സമയത്തും. മുരിങ്ങയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതലുള്ളത് പ്രോട്ടീനാണ്. കൂടാണ്ട് അതിനകത്തുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ എന്തിനാന്ന് നമുക്കറിയാം, കണ്ണിന്, സ്കിന്നിന്, ഇമ്മ്യൂണിറ്റിക്ക്. പിന്നെ വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, അതും സ്കിന്നിന് നല്ലതാണ്, കൊളാജൻ പ്രൊഡക്ഷന് നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട്, അതും സ്കിൻ ഹെൽത്തിന് നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ നമ്മുടെ വൈറ്റമിൻ ബി കോമ്പിനേഷൻസ് B1, B2, B3, B6 അത് എനർജിക്കും നെർവ് ഫങ്ഷൻസിനും വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ വൈറ്റമിൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. കുറേ അധികം മിനറൽസ് ഇതിനകത്തുണ്ട്. ഏതൊക്കെ മിനറൽസ് അതിനകത്തുള്ളത്? ഒന്ന് കാൽഷ്യം നമുക്ക് എല്ലിൻ്റെ ആവശ്യത്തിന് നല്ലതാണ്, ടീത്തിന് പല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ അയോൺ ഉണ്ട്. അയോൺ നമുക്കറിയാം എനിമിക് ആവാണ്ടിരിക്കാൻ, ബ്ലഡ് കുറയുമ്പോഴും നമ്മൾ എനിമിക്ക എന്ന് പറയും അല്ലേ, ആ ഒരു അവസ്ഥയിലും അയോൺ കൂട്ടാനായിട്ട് മുരിങ്ങ വളരെ നല്ലതാണ്. പിന്നെ സിങ്ക് ഉണ്ട്, അത് സ്കിന്നിന് നല്ലതാണ്, മുറിവുകൾ ഉണങ്ങാൻ നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്. പിന്നെ ഉള്ളതാണ് മെഗ്നീഷ്യം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, നെർവ്സിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, മസിൽസിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ പൊട്ടാഷ്യം, അത് BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഫോസ്ഫറസ് ഉണ്ട്, അത് ബോൺ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ കുറേ അധികം നാരുണ്ട്, അതായത് ഫൈബർ ഉണ്ട്, അത് ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതാണ്, ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമുണ്ട്. മുരിങ്ങ ഇത്രയും ന്യൂട്രിയൻസ് ഉള്ള മുരിങ്ങ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കെന്ന് അറിയണ്ടേ. ഒന്ന്, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും, അതായത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടും. അയൺ ലെവലിനെ നിലനിർത്തിക്കൊണ്ട് സ്കിന്നിൻ്റെ ഹെൽത്ത്, ഹെയർ അതായത് മുടിയുടെ ഹെൽത്തിന്, നഖത്തിൻ്റെ ഹെൽത്തിന് എല്ലാത്തിനും ഗുണം ചെയ്യും. നീർക്കെട്ടില്ലാണ്ടിരിക്കാൻ വളരെയധികം നല്ലതാണ് മുരിങ്ങ കഴിക്കുന്നത്. വെയിറ്റ് മാനേജ്മെൻറ്റിനും ഡൈജഷനും എല്ലാത്തിനും വളരെ ഹെൽപ്ഫുള്ളാണ് മുരിങ്ങ. ഇത് പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാവുന്ന വളരെ വളരെ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഫുഡായിട്ട് നമുക്കിതിനെ കാണാം. പ്രായമായ ആൾക്കാർക്ക്, അതായത് എൽഡർലി പീപ്പിളിന് ഇത് വളരെ നല്ലതാണ്. കംപ്ലീറ്റ് ഫുഡായിട്ട് നമുക്ക് വെജിറ്റേറിയൻസിന് കഴിക്കാവുന്നതാണ്. നമ്മുടെ ടിഷ്യൂ റിപ്പയർ, മസിൽ ബിൽഡിങ്ങിന് ഒക്കെ വളരെ നല്ലതാണ്. ആയുർവേദത്തിൽ ഇതിന് ഷിഗ്രൂ എന്ന് പറയും, അതായത് ഡിസീസ് പ്രിവെൻറ്റർ, അസുഖത്തിനെ ചെറുത്ത് നിർത്തുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വെജിറ്റേറിയൻസിന് എങ്ങനെ ഒരു കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് മാറണം എപ്പോഴാണെന്ന് വെച്ചാൽ അത് വേണ്ട കോമ്പിനേഷൻസിലേക്ക് ചെല്ലുമ്പോഴാണ്. ഇപ്പം മുരിങ്ങ പരിപ്പ് പയർ വർഗ്ഗങ്ങളുടെ കൂടെ ചേരുമ്പോൾ മുരിങ്ങയിൽ ഇല്ലാത്ത അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ അതിനകത്ത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആവാൻ വേണ്ട എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതാണ് ഈ പരിപ്പ് വർഗ്ഗത്തിനകത്തുള്ള അമിനോ ആസിഡ്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ. അങ്ങനെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനകത്തുള്ള പല ഭക്ഷണങ്ങളും ഇങ്ങനെയാണ് കമ്പൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മുരിങ്ങ പരിപ്പിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫുഡായിട്ട് മാറുന്നു. മുരിങ്ങ തോരൻ വയ്ക്കുമ്പോഴും നമുക്ക് പരിപ്പ്, അതേപോലെ കപ്പലണ്ടി വറുത്തിടാം. അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ, നമ്മൾ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അതൊരു കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് മാറുന്നു. മുരിങ്ങാക്കോല് നമുക്ക് സാമ്പാർ, അങ്ങനത്തെ നമ്മുടെ കറികൾ, അവിയൽ, സാമ്പാർ, തേങ്ങ അരച്ച് കൂട്ടാൻ ഒക്കെ വെക്കുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് മുരിങ്ങാക്കോലിടാവുന്നതാണ്. പിന്നെ മുരിങ്ങ ഇല വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കാറുണ്ട്, ഇഡ്ഡലി, ദോശ, അതിനകത്തൊക്കെ നമുക്ക് മുരിങ്ങ ഇല ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സൂപ്പ് ഉണ്ടാക്കാം, നമുക്ക് മുരിങ്ങ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാം. പരിപ്പ് വർഗ്ഗങ്ങളുടെ കൂടെ മുരിങ്ങ ചേരുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫുഡ് ആവുന്നു. ധാന്യങ്ങളുടെ കൂടെ മുരിങ്ങ ചേരുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഫുഡ് ആവുന്നു. അപ്പോൾ മില്ലറ്റ്, ഗോതമ്പ്, അരി ഇതിൻ്റെയൊക്കെ കൂടെ മുരിങ്ങ ചേരുമ്പോൾ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ കോമ്പിനേഷനിലേക്ക് വരുന്നു. ഇനി വെജിറ്റേറിയൻസ് അല്ലാണ്ട് നോൺ വെജിറ്റേറിയൻസിന് അവർക്ക് ചിക്കൻ സൂപ്പിൻ്റെ കൂടെ അവർക്ക് മുരിങ്ങ ഇടാം. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മുരിങ്ങ ഇലയിടാം, മുരിങ്ങയുടെ പൂവിടാം. ഇതെല്ലാം ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ഫുഡായിട്ട് മാറുന്നു. മുരിങ്ങ മാത്രം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ന്യൂട്രിയൻ റിച്ച് ആണെങ്കിൽ അത് വേറൊരു കോമ്പിനേഷൻ ഓഫ് ധാന്യങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളുടെ കൂടെ ചേരുമ്പോൾ അതിനും മികച്ചമായ ഒരു റിച്ച് പ്രോട്ടീൻ, കംപ്ലീറ്റ് പ്രോട്ടീനായിട്ട് മാറുകയാണ്. ഇപ്പം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങ ഇലകൾ നമ്മളെ നോക്കി ചിരിക്കുന്നില്ലേ? ഇത്രയും നാൾ നമ്മൾ എന്ത് ചെയ്യായിരുന്നു നോക്കണ്ടല്ലോ. അപ്പം മുരിങ്ങ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫുഡാണ്. എല്ലാവരും മുരിങ്ങ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ചില ആൾക്കാർക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവാം, ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ചിലർക്ക് അത് കഴിച്ചാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടൊന്നും, വയറുവേദന, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കാണാറുണ്ട്. അല്ലാത്ത ചില ആൾക്കാർക്ക്, നമ്മുടെ നാട്ടിലല്ലാണ്ട് പുറത്തുള്ള ആൾക്കാർക്ക്, ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ മുരിങ്ങ ഇല കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ മുരിങ്ങയുടെ നമുക്ക് ടാബ്ലറ്റ്സ്, അതായത് സപ്ലിമെൻ്റ്
സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് വാങ്ങി കഴിക്കാം. അത് എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും നല്ലൊരു സപ്ലിമെൻറ്റ് അവൈലബിൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. താങ്ക് യു.